ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് കുരുമുളകിട്ട് ഒരു പോത്തിറച്ചി വെക്കാം. ഒരു 80 കിലോ വരുന്ന ഒരു പോത്താണ് കേട്ടോ നിറത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ കഴുത്തിറച്ചിയാണ് വാങ്ങിക്കണത്. അത് വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മൾക്ക് 1 കിലോ തന്നിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുക്കറിൽ ഒരു 5 വിസിലിട്ടു കേട്ടോ. ഈ ഒരു 5 വിസിൽ മതി നമ്മൾക്കത്. ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കാം. നമുക്ക് കറിപ്പാത്രം വെക്കാം. കറിപ്പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾക്ക് ഇതിൽ ചേർത്താം. അതിനുശേഷം ഒരു 20 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ചതച്ചതാണ്, അത് നമ്മൾക്ക് ഇതിൽ ചേർത്താം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. നല്ലപോലെ വെന്ത് മൂത്ത് വരണം, റോസ് കളർ ആവണത്. 2 പച്ചമുളക് നടുവേ കീറിയത് നമുക്കിതിൽ ചേർത്താം. ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇതിൽ ചേർത്താം. ഒരു 15 ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ചേർത്താം. ഒരു 15 ഗ്രാം ഇഞ്ചി ചതച്ചത് ചേർത്താം. നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. ഈ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകട്ടെ. മല്ലിയില കുറച്ച് ചേർത്താം. കറുവേപ്പില കുറച്ചൊന്ന് ചേർത്താം. ഇത്തിരി മണം വരാനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിതിലൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മുളക് പൊടി നമ്മൾക്ക് 1 ടീസ്പൂൺ ചേർത്താം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്താം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താം. കുരുമുളക് ഒരു 3 ടീസ്പൂൺ നമ്മൾക്കിതിൽ ചേർത്താം കേട്ടോ. കുരുമുളക് വാങ്ങിച്ചതിനെ ചൂടാക്കി അമ്മിയിലിട്ട് ഇടിച്ച് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകത ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ഇളക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഈ സമയം നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിപ്പിടിക്കും. കുക്കറിൽ വെച്ച ബീഫിൻ്റെ വെള്ളമാണത്, അത് നമ്മൾക്ക് ഇതിൽ ചേർത്താം. അതിനുശേഷം നല്ലപോലെ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തയ്യാറാക്കി വെച്ച ബീഫ് നമുക്കിതിൽ ചേർത്താം. ബീഫ് ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ബീഫ് ഈ ഗ്രേവിയിലെല്ലാം ആവുന്നത് പോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇത്തിരി ഗ്രേവി കുറവുണ്ട്, അപ്പോൾ നമ്മൾ ചുടുവെള്ളം കേട്ടോ ഒഴിക്കണം. 1 ഗ്ലാസ് ചുടുവെള്ളം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് ഇത്തിരി കമ്മിയുണ്ട്. അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ അടച്ച് വയ്ക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.